ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് പോയതാ. കാണുന്നില്ലല്ലോ. വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവസാനം വീടിന്റെ മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ അവിടുന്ന് നോക്കുമ്പോ ഭർത്താവും മകനും ഇങ്ങനെ നടന്നു വരികയാ. ഉമ്മു സുലൈമിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായി പടച്ചവരെ രണ്ടുപേരും അടുത്തടുത്ത് നടന്നു വരുമ്പോ മൂന്നാമതൊരു പ്രായമുള്ള മനുഷ്യനും കൂടെയുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവേ, പ്രായമുള്ള ഒരു മനുഷ്യനും കൂടെയുണ്ട്. വീടിനകത്തേക്ക് സലാം പറഞ്ഞു കടന്നു വന്നു. ഉമ്മു സുലൈം ചോദിക്കുന്നു, തൽഹ, ആരാ തൽഹ? ഒരു പ്രായമുള്ള മനുഷ്യന് കൂടെയുണ്ടല്ലോ. അവിടുന്ന് പറയുന്നു, പെണ്ണ്. ഇശാ നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു ചോദിക്കുന്നു, സഹാബാ, ഒരു വഴിയാത്രക്കാരനുണ്ട് സഹാബാ, ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഓടി വന്നിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ, ഞാൻ നബിയേ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ ആഗ്രഹത്തോടെ വിളിച്ചുകൊണ്ട് വന്നതാണെന്ന് പറയുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. അവിടെന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നത്? അബൂ തൽഹ, ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാ. നമ്മുടെ പൊന്നുമോന് 11 വയസ്സുള്ള പൊന്നുമോന് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും പട്ടിണി കിടന്നിട്ട് നമ്മുടെ ഭക്ഷണം കൂടെ മകന് കൊടുക്കാമെന്ന് പറഞ്ഞെടുത്ത് മാറ്റിവെച്ചിരിക്കുകയാ. ഇന്ന് നമ്മുടെ മകന് തിന്നാനല്ലാതെ നമുക്ക് പോലും തിന്നാൻ ഭക്ഷണമില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഈ പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത്? പടച്ചവരെ, ഭാര്യയും ഭർത്താവും വീടിനകത്തിരുന്ന് കരയുകയാണ്. 11 വയസ്സുള്ള അനസ് റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് കിടന്നു വരുമ്പോ വാപ്പയും ഉമ്മയും ഇരുന്ന് കരയുന്നു. അവിടുന്ന് ചോദിച്ചു, എന്തേ ഉമ്മ, മോനെ കൊടുക്കാ ഭക്ഷണമില്ല. എന്റെ പ്രിയമുള്ളവരെ, 3 പേരും വീടിനകത്ത് ദുഃഖത്തോടെ ഇരിക്കുമ്പോ ആ സാലിഹായ ഭാര്യയുണ്ടല്ലോ, അല്ലാഹുവിനെ പേടിയുള്ള സാലിഹായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിനോട് പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. നല്ല പെണ്ണുങ്ങൾ അങ്ങനെയാണ്, സാലിഹായ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. പെണ്ണേ, നീ ഇതുപോലെയാകണം. നിന്റെ ജീവിതം സ്വർഗമാകണോ, നിന്റെ ജീവിതം സമാധാനമുള്ളതാകണോ, നിന്റെ വീടിനകത്ത് സന്തോഷമുണ്ടാകണോ, റബ്ബിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണോ. പെങ്ങളെ, നീ ഇങ്ങനെയാകണം പൊന്നുമോളെ. ഉമ്മു സുലൈം പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. ഒരു പാത്രത്തിനകത്ത് ഭക്ഷണം എടുത്തു വെച്ചിട്ട് നമുക്ക് 4 പേർക്കും കൂടെ തിന്നാനിരിക്കാം. 11 വയസ്സുകാരനോട് ഉമ്മ വിളിച്ചു പറയുന്നു, അനസേ, എല്ലാവരും പാത്രത്തിനകത്ത് ഭക്ഷണം കഴിക്കാൻ കൈയിടുമ്പോ എന്റെ പൊന്നുമോന് വിളക്കങ്ങ് അണച്ച് കളയണേ അനസേ. എന്നിട്ടെന്റെ മോന് ഭക്ഷണം വാരി കഴിക്കല്ലേ. ഇന്ന് നമുക്ക് പട്ടിണിയിരിക്കാം മോനെ. ഈ പാവപ്പെട്ട മനുഷ്യനെന്ന് ഭക്ഷണം കൊടുക്കാം. എന്റെ പ്രിയമുള്ളവരെ, ഭക്ഷണം എടുത്തു വെച്ചു. 4 പേരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. 11 വയസ്സുകാരൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഭക്ഷണ പാത്രത്തിലേക്ക് നോക്കും, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കും. ആര് പറയുന്നത് അനുസരിക്കേണ്ടത്? എന്താണ് അനുസരിക്കേണ്ടത്? അനസെന്ന പൊന്നുമോന്, സാലിഹായ പൊന്നുമോ, അല്ലാഹുവേ, വിളക്കങ്ങണയ്ക്കുകയാ.
വിളക്കങ്ങണയ്ക്കുകയാണ്. പടച്ചവരെ പട്ടിണി കിടക്കുകയാണ്. അവസാനമാ വന്ന മനുഷ്യനെ ഭക്ഷണം കഴിച്ച് ദുആ ചെയ്തിട്ട് ഇറങ്ങി പോവുകയാ. അന്ന് രാത്രി അവര് 3 പേരും പട്ടിണി കിടക്കുകയാ. ഒരു ഭാര്യയും ഭർത്താവും 11 വയസ്സുകാരനും പടച്ചവരെ പട്ടിണി കിടന്ന് തളർന്ന് അവസാനം ഉറങ്ങിപ്പോയി. അവസാന സുബഹിന്റെ സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. അതാ അബൂ തൽഹ റളിയല്ലാഹു തആല എഴുന്നേൽക്കുകയാ. ഭർത്താവെന്ന് പറഞ്ഞാലാരാ? ഒരു വീട്ടിലെ ഭർത്താവ് എങ്ങനെയാകണമെന്നറിയുമോ? ഒരു വീട്ടിലെ വാപ്പ എങ്ങനെയാകണമെന്നറിയുമോ? അബൂ തൽഹ റളിയല്ലാഹു തആല സുബഹിന്റെ ബാങ്ക് വിളിച്ചപ്പോൾ എഴുന്നേറ്റിട്ട് കൂടെ കിടന്ന ഭാര്യ വിളിക്കുകയാ. പെണ്ണേ ബാങ്ക് വിളിച്ച് പെണ്ണേ നിസ്കരിക്കു പെണ്ണ്. സ്വന്തം ഭാര്യ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കാൻ പറയുകയാ. അങ്ങനെയാ സ്നേഹമുള്ള അല്ലാഹുവിനെ പേടിയുള്ള ഭർത്താക്കന്മാർ. അങ്ങനെയാ ഭാര്യയോട് പറയും നമസ്കരിക്കാർ. 11 വയസ്സുള്ള തളർന്നു കിടക്കുന്ന അനസെന്ന പൊന്നുമോന്റെ ചാരത്ത് വാപ്പ ചെന്നിട്ട് അവിടുന്ന് വിളിക്കുന്നു, അനസേ സുബഹിക്ക് ബാങ്ക് വിളിച്ചനസ് നമസ്കരിക്കാ പള്ളിയിൽ പോകാ മനസ്സ്. വാപ്പാ എന്നെ കൊണ്ട് നടക്കാ കഴിയുന്നില്ല വാപ്പാ, എനിക്കെഴുന്നേക്കാ കഴിയുന്നില്ല ഉപ്പാ. മോനെ 11 വയസ്സായി മോനെ, നിസ്കരിക്കണം പൊന്നുമോനെ, നിസ്കരിക്കണം പൊന്നുമോനെ. നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ വാപ്പ നിന്നെ ചുമരിൽ കയറ്റി പള്ളിയിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോ നീ രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകാൻ എഴുന്നേൽക്കുമ്പോ നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യയെ വിളിച്ചെടുത്തുപോ. അടുത്ത റൂമിൽ കിടക്കുന്ന 18 വയസ്സുള്ള 19 വയസ്സുള്ള സ്വന്തം മക്കളെ വന്ന് നമസ്കരിക്കാ വിളിച്ചെടുത്തുന്ന എത്ര ഉപ്പമാരുണ്ട്. അല്ലാഹുവേ അവസാനം 11 വയസ്സുകാരനെ വിളിച്ചുണർത്തിയിട്ട് ചുമലിലേറ്റിയിട്ട് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല പള്ളിയിൽ പോയി നിസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അയിന അബൂ തൽഹ, അബൂ തൽഹ എവിടെ? ലബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയേ, ഞാനിവിടെ ഉണ്ട് നബിയേ. അടുത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽഹ ഇന്നലെ വിളക്കണച്ചിട്ട് നിന്റെ വീടിനകത്ത് നടത്തിയ വിരുന്ന് അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വീടിനകത്ത് ഇന്നലെ രാത്രി നടന്ന കാര്യം എങ്ങനെ അറിഞ്ഞു നബിയേ? അങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽഹ ഇന്നലെ നിന്റെ വീട് കാണാ മലക്കുകളുടെ തിരക്കായിരുന്നു അബൂ തൽഹ. നീയും നിന്റെ ഭാര്യയും ഈ പൊന്നുമോര് പട്ടിണി കിടക്കുന്നത് കാണാ. സുബഹി വരെ നിന്റെ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നു തൽഹ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തൽഹ ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു തൽഹ. ഖുർആനിലൊരായത്ത് ഇറങ്ങി തൽഹ. ഖുർആൻ പറഞ്ഞ വീടേതാ? ഖുർആൻ പറഞ്ഞ വീടേതാ? വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറഞ്ഞ വീടാ.